ആനന്ദമാത ആശ്രമമാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് റിസോർട്ടാണ്. ഇവിടെ ഈ സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റോഡ് കാണാം. അത്രയും മനോഹരമായൊരു സ്ഥലമാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത്. സർക്കാർ 1 വർഷം എടുത്തപ്പോൾ കോൺഗ്രസ് 4 മാസം കൊണ്ടാണ് സ്ഥലം മേടിച്ചത്. തൊട്ടപ്പുറത്തുള്ള സ്ഥലം ഈ ആഴ്ച തന്നെ രജിസ്ട്രേഷൻ നടത്തുകയാണ്. 6 ഏക്കർ ഇവിടെ തന്നെ സ്ഥലമായി. ഈ മാസം തന്നെ തറക്കല്ലിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ തരുമെന്നാണ് നമ്മൾ കരുതിയത്. സർക്കാർ അങ്ങനെ പ്രത്യേകമായി സ്ഥലം അനുവദിച്ചു തരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലം മേടിക്കാൻ ഇറങ്ങിയത്. പിന്നെ ഇവിടെ സ്ഥലം മേടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ പ്ലാന്റേഷൻ പ്രോപ്പർട്ടി ആണോ, ഏതെല്ലാം എന്തെങ്കിലും ലീനുള്ള പ്രോപ്പർട്ടി ആണോ എന്ന് നോക്കണം. സൂക്ഷ്മമായ നിയമപരിശോധന 10-12 പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞിട്ടാണ് നിയമപരമായ എല്ലാ കാര്യങ്ങളും പരിഹരിച്ചു. ഇപ്പോൾ ബിൽഡിംഗ് പണിയാനുള്ള അപ്രൂവൽ എല്ലാം കിട്ടിയിട്ടുണ്ട്. വീട് പണി തുടങ്ങാനുള്ള അപ്രൂവലും കിട്ടിയിട്ടുണ്ട്. ഇനി തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനം തുടങ്ങും. ലീഗ് അതിൻ്റെ 52 വീടുകൾ ഇപ്പോൾ 28-ാം തീയതി കൊടുക്കുകയാണ്. സർക്കാരിൻ്റെ ആയിട്ടില്ലേ, ഒരു 1.5 കൊല്ലമല്ല സർക്കാർ തുടങ്ങിയിട്ട്. ലീഗ് 52 വീട് കൊടുക്കുവാണല്ലോ. അപ്പോൾ സർക്കാർ ആയിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അവർക്ക് അവരുടെ നിർമ്മാണ ചുമതല നടത്തുന്ന ആളുകളിൽ തന്നെ നിർമ്മാണ ചുമതലയും എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി പണി തുടങ്ങും. വളരെ വേഗത്തിൽ തന്നെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കും. ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അടിസ്ഥാനരഹിതമാണ്. ഇപ്പം ഈ 52 വീട് ലീഗ് നൽകുന്ന സ്ഥലത്തിനെതിരെ CPM അവിടെ പ്രകടനം നടത്തി ഇല്ലേ? ആ സ്ഥലം മേടിച്ചപ്പോൾ പ്രകടനം നടത്തി. തോട്ടഭൂമിയാണെന്നും പറഞ്ഞ് പ്രകടനം നടത്തി. ഗവൺമെന്റ് എക്സംഷൻ മേടിച്ചു, തോട്ടഭൂമിക്ക് എക്സംഷൻ മേടിച്ചു. അത് വേറെ ആരും ചെയ്യാൻ പാടില്ല. വേറെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ ഇത് നല്ല കാര്യം ചെയ്യല്ലേ. 1642 കോടി രൂപ ബാങ്കിൽ ഇട്ടിട്ട് ദുരിതാശ്വാസ നിധിയും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പൈസ ഇന്ന് എൻ്റെ അടുത്ത് ഒരാൾ വന്ന് വീണു പരിക്ക് ഒക്കെ പറ്റിയിട്ട് വാക്കിംഗ് സ്റ്റിക്കുമായിട്ട് നടക്കുന്ന ഒരാൾ, അയാളുടെ ചികിത്സയ്ക്ക് ചെലവ് കൊടുക്കുന്നില്ല, ചികിത്സാ ചെലവ് കൊടുക്കുന്നില്ല. ഈ ഇത്രയും കോടി ഇട്ടിട്ട് അവിടെ പരിക്ക് പറ്റിയ ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ, അവരുടെ കൃഷിസ്ഥലമൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകാൻ പോലും റോഡ് പോലും ഇതുവരെ പണിത് കൊടുത്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല ഗവൺമെന്റ്, ഒരു കാര്യവും ചെയ്തിട്ടില്ല. അവിടെയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള ആളുകൾ ഇത്രയും ഭംഗിയായിട്ട് ഈ മുണ്ടകൈ ചുരൽമല പ്രദേശത്തെ ആളുകളുടെ പുനരധിവാസത്തിന് വേണ്ടി ചെയ്യുന്നത്. ഞാൻ ഇന്ന് അതുകൂടാതെ റിപ്പണിന്റെയും HMLന്റെയും എസ്റ്റേറ്റിൽ പോയി തൊഴിലാളികളെ കണ്ടു. തൊഴിലാളികളുടെ, പ്ലാന്റേഷൻ തൊഴിലാളികളുടെ ജീവിതം വളരെ സങ്കടകരമാണ്. അവർ പരാതിയാണ്. അവർക്ക് വർഷങ്ങളായിട്ട് ഈ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി കൂടിയിട്ടില്ല. അവർക്ക് ഡ്യൂ ആയിട്ട് വർഷങ്ങളായി അവരുടെ കൂലി വർദ്ധിപ്പിക്കും, ഒരു മിനിമം കൂലി പോലും. സ്ത്രീകൾ പരാതി പറഞ്ഞത് ജയിലിൽ കിടക്കുന്ന തടവുകാർക്ക് ഉള്ളതിനേക്കാൾ 250 രൂപ ഞങ്ങൾക്ക് കുറവാണെന്നാണ്. ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകളായ തടവുകാർക്ക് കിട്ടുന്നതിനേക്കാൾ 250 രൂപ കുറവാണ് കിട്ടുന്നത്. വെളുപ്പാങ്കാലത്ത് 7 മണിക്ക് എഴുന്നേറ്റ് 5 മണി വരെ ജോലി ചെയ്യണം. കൊടും തണുപ്പിലും ജോലി ചെയ്യണം, പൊള്ളുന്ന വെയിലിലും ജോലി ചെയ്യണം. അവരുടെ ലയങ്ങൾ ലൈഫിനോട് ചേർത്ത് അതോടുകൂടി അതും ഇല്ലാതായി. ഈ ലയങ്ങളെല്ലാം അവരെല്ലാം പുനർനിർമ്മിക്കും, അവർക്ക് ഒരു പുനരധിവാസം കൊടുക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ആളുകളാണ്. 5 വർഷം പൂർത്തിയാക്കുകയാണ്, ഒന്നും ചെയ്തില്ല അവർക്ക് വേണ്ടിയിട്ട്, ഈ പ്ലാന്റേഷൻ തൊഴിലാളികൾക്ക് വേണ്ടി. അവരുടെ ലയങ്ങൾ കണ്ടാൽ കഷ്ടമാണ്. എന്നിട്ടാണ് അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്നുള്ള പ്രഖ്യാപനം നടത്തി ഞെളിഞ്ഞിരിക്കുകയാണ് ഗമയിൽ. ഈ പാവപ്പെട്ടവരുടെ ജീവിതം കാണണം. ഈ 400 രൂപ ഒക്കെ കിട്ടി, 500 രൂപയൊക്കെ കിട്ടി ഒരു ദിവസം ഇത്രയും കഷ്ടപ്പെട്ട സ്ത്രീകൾ ജോലി ചെയ്തിട്ട് അവരുടെ വീട്ടിൽ ഉള്ള സ്ഥിതി പരമദയനീയമായ സ്ഥിതിയാണ് അവരുടെ എല്ലാം കുടുംബങ്ങളിലുള്ളത്.